നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഉച്ചക്കലേക്ക് ഊണിന് എന്താണ് കറി വയ്ക്കുക? എളുപ്പമാർഗ്ഗമുണ്ട് കേട്ടോ. നമ്മുടെ വെണ്ടയമ ഇഷ്ടംപോലെ വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട്. ഒരു 5-6 വെണ്ടക്കായ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ നല്ല രസമുള്ള ഒരു കറി വയ്ക്കാം. ആ ഒരു കറി മാത്രം മതി വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് കേട്ടോ. നോക്കാം നമുക്ക് കേട്ടോ. പോകാം പൊട്ടിക്കാനായിട്ട്. വെണ്ടക്കായ പൊട്ടിക്കാൻ പോവുക. വരൂ കേട്ടോ. ഒക്കെ പൊട്ടിക്കാം അല്ലേ? ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈരാറ്റിൻ കടവിലേക്കൊരു തീർത്ഥയാത്ര. കുറേ ഉണ്ട് കേട്ടോ ജയശ്രീയാ. ഇത് എന്ത് ചൂടല്ലേ? ഉദിക്കണ വെയിലിന് എന്താ ചൂട് പൊന്നി. നാളെ പൊട്ടിക്കാനാ? അയ്യോ സംഗതി ആയിട്ടുണ്ട്. പക്ഷെ ചെറുതാ അല്ലേ? ഒരു ദിവസം നിൽക്കും. വലുത് പൊട്ടിച്ചോളൂ. നാളെ പൊട്ടിക്കാലത്. അതെ അത് മതി. എരുമയുണ്ട് കുറച്ച്. എരുമയുണ്ട് കുറച്ച്. ഇതിന്മേൽ രണ്ടെണ്ണം വലുത്. അതിന്മേൽ പയറും കയറുന്നുണ്ട് കേട്ടാ. പയറിനെ ഓടിപ്പിക്കുന്ന ഇവിടുന്ന് കണ്ടോ? എന്തിനാ അങ്ങോട്ട് വരണ പയറ്? നീ അങ്ങോട്ട് പൊക്കോ. നിനക്ക് വേണമെങ്കിൽ ഏറ്റം കുത്തി തരാം. അത് വലിയ പയറല്ലേ അത്? ശരിക്ക് അത് കിടക്കവിടെ. നീളം വെക്കില്ല കുറ്റിപ്പയറാന്നല്ല പറഞ്ഞ. നല്ലോണം നല്ലതാ. കിളിന്തേ തൊടുമ്പോഴേക്കും അങ്ങോട്ട് പോയി. അതന്നെ കിളിണ്ടുമ്പോൾ അതറിയാൻ പറ്റും. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് അല്ലെങ്കിൽ ഇത്തിരി മൂത്താലും കുഴപ്പമില്ല. ഉപ്പേരി വയ്ക്കാൻ നമുക്ക്. പൊട്ടിച്ചിട്ട് കട ചെത്തിയിട്ട് ഫ്രിഡ്ജ് വെക്കാമെന്നല്ലേ? അപ്പം മൂക്കില്ലാന്നല്ലേ? എന്നാൽ നമുക്ക് എന്തായാലും അതുകൊണ്ട് കറി വയ്ക്കണേ. അറിഞ്ഞു അല്ലേ? ഇന്നാളത്തെ ഇരട്ടി കിട്ടിയില്ലേ നമുക്ക്? പയറ് കുറച്ച്, അതായത് നമ്മൾ കുരു ആയതൊക്കെ പൊട്ടിച്ചു. അപ്പോഴാണ് തത്ത വന്നൊക്കെ പൊട്ടിച്ചു തിന്നിട്ട് പോകും. നാളെ പൊട്ടിക്കാം കുരു ആകുമ്പോഴേക്കും. ഇത് നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഈ കറി മതി. അപ്പം നമ്മളിപ്പോൾ പൊട്ടിച്ച് കൊണ്ടുവന്ന വെണ്ടക്കായെന്ന് ഒരു 5-8 വെണ്ടക്കായ നമ്മൾ എടുത്തിട്ട് ഇന്നത്തെ കറിക്ക് ഉപയോഗിക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്നത്തെ കറി എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വെണ്ടക്കായ കറിയാണ് കേട്ടോ. ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറ് ഇരട്ടി ചിലവാകുമെന്നാണ് പറയാം. അതിലേക്ക് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഒരു പകുതി സവാള, പിന്നെ പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണയ്ക്ക് ഇടുള്ളൂ കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇത്ര സാധനം മതി ഇതിലേക്ക്. നമുക്ക് വെണ്ടക്കായ നുറുക്കാം. കണ്ടോ? ഇതേപോലെയാണ് ഞാൻ നുറുക്കണത്. ഇതുപോലെയാണ് ഞാൻ നുറുക്കണത് കേട്ടോ. അത്ര ചെറുതല്ല വലുതുമല്ല. അപ്പം നമ്മൾ വെണ്ടക്കായൊക്കെ നുറുക്കി റെഡിയാക്കി.
സവാള റെഡിയാക്കാം. കനം കുറച്ചിട്ട് ഇങ്ങനെ നുറുക്കുക. പച്ചമുളക്, നമ്മുടെ പച്ചമുളക് തന്നെയാണ് കേട്ടോ. ഇഞ്ചി, ഇഞ്ചി ഒന്ന് ചതയ്ക്കാം. ഒരു മുറി നാളികേരമുണ്ട്, അതിൻ്റെ പാലെടുക്കാം നമുക്ക്. വലിയ മുറിയായിരുന്നു. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അത് വേണം. ഒന്നാം പാല് മാറ്റി വെച്ചിട്ട് രണ്ടാം പാല് കൂടുതലായിട്ട് എടുക്കുക. ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അടുപ്പത്ത് വെക്കാൻ പാത്രം. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി. ആദ്യം നമുക്ക് ഇഞ്ചി ഇടാം കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, സവാള, വെണ്ടക്കായ ഇടാം. തക്കാളി ഇട്ടു. തക്കാളി ഇട്ടാൽ ചെറിയ ഒരു പുളി ഉണ്ടാവും. വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ ഒന്ന് വഴന്ന് കിട്ടണം. ഉപ്പിടാം. ഇതിലേക്ക് നാളികേരം പാലാണ് ഒഴിക്കേണ്ടത്. നന്നായിട്ട് വഴന്നു കഴിഞ്ഞാലാണ് നമ്മൾ നാളികേരം പാൽ ഒഴിക്കുക. നാളികേരം പാൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാൽ ഒരു കപ്പ് പാലെങ്കിലും ഒഴിക്കണം. മഞ്ഞൾപ്പൊടി, ഒന്നാം പാൽ, വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിക്കാം. മല്ലിപ്പൊടി ഇടാം 2 ടീസ്പൂണ്.
മുളക് പൊടിയും 2 ടീസ്പൂൺ ഇടാം. ഇത് കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. എരിവ് കുറവായിട്ടുള്ളൂ, മറ്റേ നല്ല എരിവാണ്. പച്ചമണമൊക്കെ പോകണ വരയ്ക്കും. വെളിച്ചെണ്ണ കുറവാണ് കേട്ടോ, ലേശം കൂടി ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ കിടന്ന് വന്നാൽ പിന്നെ മൊരിയണം, അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോണേ. തീയെ കുറയ്ക്കാം, സിമ്മിലാക്കി ഞാനിപ്പോൾ. ഇപ്പം മുളകൊക്കെ ഒരുവിധം മൊരിഞ്ഞിട്ടുണ്ടാവും. വെളിച്ചെണ്ണയും മുളകും ഉപ്പും എല്ലാം വെണ്ടക്കായമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിക്കാം. ഒഴിക്കട്ടെ. സെക്കൻഡ് പാലാണ്. അതെ, ഒന്നൊന്ന് പിഴിഞ്ഞോളാം, എടുക്കട്ടെ. നോക്കട്ടെ. മതിയാവുന്നേ. നമ്മൾ 1 കപ്പ് പാല്, അതായത് സെക്കൻഡ് പാല്, അതായത് ഫസ്റ്റ് പാൽ എടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നാളികേരം നന്നായിട്ട് അടിച്ചെടുത്തു. ഞാൻ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് ആവട്ടെ. ഇപ്പോൾ ഉപ്പൊക്കെ ഇല്ലേന്ന് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. അടച്ച് വയ്ക്കാം. കുറച്ച് നേരമായില്ലേ, തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം ഒന്നും കൂടി വറ്റണം. ഈ നാളികേരം പാലിൽ കിടന്നിട്ട് ഈ വെണ്ടക്കായൊക്കെ നല്ലോണം വെന്ത് ഒന്ന് നല്ല മയമൊക്കെ വരണം. ഉപ്പൊക്കെ പാകത്തിനാണ്. അടച്ചു വയ്ക്കാം, കുറച്ച് നേരം കൂടി തിളക്കട്ടെ. തുറന്ന് നോക്കാം നമുക്ക്. ഇതാ വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ. നല്ല രസകരമായ ഒരു കറിയാണ്. ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് പാൽ ഒഴിക്കാം കേട്ടോ. ഫസ്റ്റ് പാൽ, തെമ്പാൽ. ഇത് കട്ടിയുള്ള പാലാണ്. ഇതൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കണ്ട. പതുക്കെ വന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തു ഞാൻ. വാങ്ങി നമുക്കിതിൽ ഇത്തിരി ഉള്ളി മൂപ്പിക്കാം. ഒരു 5-6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിൽ തന്നെ അരിയാം. ഉള്ളിയെല്ലാം വട്ടത്തിൽ അരിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പിൽ നമുക്ക് പാൻ വയ്ക്കാം. ഉള്ളി മൂപ്പിക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ല ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി മൂക്കട്ടെ. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറ് ആവുമ്പോൾ നമുക്ക് എടുക്കാം. ഉള്ളി മൂത്ത വാസന വരും. നല്ലോണം മൂത്തിട്ടുണ്ട്. കറിവേപ്പിലിടാം. ഇത്തിരി ഭംഗിയൊക്കെ ഉണ്ടാവാനായിട്ട് ഇത്തിരി മുളക് പൊടി ഇട്ടാൽ നല്ലതാണ്. നല്ല ഒരു ഡെക്കറേഷൻ. ഇത്തിരി മുളക് പൊടി കൂടി ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ട് അടച്ച് വയ്ക്കാം.
അപ്പം നമ്മളുടെ വെണ്ടക്കായ കറി ഈസി ടു മേക്ക് അല്ലേ. നല്ല കറിയാണ്, സ്വാദുണ്ട്, ടേസ്റ്റി കറിയാണ് കേട്ടോ. അടിപൊളി. അത് മതി. നോക്കൂ സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ. ഒരുപടി നല്ല സ്വാദുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഉണ്ടാക്കിക്കോളൂ കേട്ടോ, നല്ല സൂപ്പർ കറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ കറി ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ.